നമസ്കാരം. ഒരു രാഷ്ട്രത്തലവന്റെ ജന്മദിനം സാധാരണയായ ആശംസകളുടെയും ആഘോഷങ്ങളുടെയും ദിവസമാണ്. പക്ഷെ അമേരിക്കയിൽ 80ാം പിറന്നാൾ ആഘോഷം ഒരു രാഷ്ട്രീയ സന്ദേശമായി മാറുമ്പോൾ ലോകം അത് കൗതുകത്തോടെയും ആശങ്കയോടെയും നോക്കുകയാണ്. വൈറ്റ് ഹൌസിന്റെ പച്ച പുൽമൈതാനം അവിടെ ദേശീയ ആഘോഷങ്ങളോ നയതന്ത്ര വിരുന്നുകളോ അല്ല, പകരം ഒരു UFC പോരാട്ടവേദി. അമേരിക്കയുടെ ചരിത്രവും അധികാരത്തിന്റെ പ്രതീകവുമായ വൈറ്റ് ഹൌസിനെ ഒരു പോരാട്ടക്കളമായി മാറ്റിയ ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം ഇപ്പോൾ വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ 250ാം വാർഷികാഘോഷങ്ങളുടെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 80ാം പിറന്നാളിന്റെയും ഭാഗമായി വൈറ്റ് ഹൌസിന്റെ സൗത്ത് ലോണിൽ UFC ഫ്രീഡം 250 എന്ന പേരിൽ പോരാട്ട മത്സരം സംഘടിപ്പിക്കുകയാണ്. വൈറ്റ് ഹൌസ് ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രൊഫഷണൽ കായിക മത്സരം അവിടെ നടക്കുന്നതും ഇതോടെയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ജൂൺ 14-നാണ് 80 വയസ്സ് തികയുന്നത്. അന്ന് അല്പം രക്തം കണ്ട് ആഘോഷിക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. അതിനായി വൈറ്റ് ഹൌസിന്റെ തെക്കുഭാഗത്തുള്ള പുൽത്തകിടിയിൽ 92 അടി ഉയരത്തിൽ ദ ക്ലോ എന്ന പേരിൽ പടുകൂറ്റൻ കൂടാരം ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ളിൽ ഒരു ഗോതയും. ആയോധന കലകൾക്ക് പ്രോത്സാഹനം നൽകുന്ന ലാസ് വേഗസ് ആസ്ഥാനമാക്കിയുള്ള കമ്പനിയായ അൾട്ടിമേറ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ 14 താരങ്ങൾ അവിടെ പരസ്പരം ഏറ്റുമുട്ടും. UFC ഫ്രീഡം 250 എന്നാണ് ഈ പരിപാടിക്ക് ട്രംപ് സർക്കാർ ഇട്ടിരിക്കുന്ന പേര്. ട്രംപിന്റെ ജന്മദിനം മാത്രമല്ല, രാജ്യത്തിന്റെ 250ാം സ്വാതന്ത്ര്യ വർഷത്തിന്റെ ആഘോഷം കൂടിയാണ് ഈ ഇടിക്കൂട്ടിൽ നടക്കുന്നതെന്നാണ് ഇതിന്റെ സാരം. $6 കോടി, അതായത് 571 കോടി രൂപയാണ് ഈ ഇടിപിടിക്ക് സർക്കാർ ചെലവിടുന്നത്. ഇറാൻ യുദ്ധം കാരണം US ജനത വിലക്കയറ്റത്തിന് വലയുമ്പോൾ ഇത്രയധികം പണം ചെലവിടുന്നതിൽ വിമർശനം ഉയർന്നിട്ടുണ്ട്. മനുഷ്യന്റെ ചോര വീഴ്ത്തുന്ന അക്രമാസക്തമായ ഒരു വിനോദം കൊണ്ടുവേണോ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ വാർഷികം കൊണ്ടാടാൻ എന്ന ചോദ്യം വേറെ. അന്താരാഷ്ട്ര തലത്തിൽ പലവിധ ആയോധന കലകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് UFCയുടെ CEO ഡാന വൈറ്റുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാറിന്റെ ഭാഗമായാണ് വൈറ്റ് ഹൌസിന്റെ പരിപാടിയെന്നാണ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞത്. ഇത് അമേരിക്കൻ ജനതയ്ക്കുള്ള സമ്മാനമാണെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. വൈറ്റ് ഹൌസിന്റെ 200 വർഷത്തെ ചരിത്രത്തിൽ ഇത്തരമൊരു പരിപാടി മുൻപ് നടന്നിട്ടില്ല. 4000-ഓളം പേർ ഇത് കാണാൻ ദ ക്ലോയിൽ എത്തുമെന്നാണ് ഡാന വൈറ്റ് പറയുന്നത്. വൈറ്റ് ഹൌസിന് പുറത്ത് സ്ഥാപിച്ചിട്ടുള്ള പടുകൂറ്റൻ സ്ക്രീനിൽ 1.25 ലക്ഷം പേർ ഇടി കാണുമെന്നും പ്രതീക്ഷിക്കുന്നു. ദ ക്ലോ നിൽക്കുന്ന സ്ഥലത്താണ് 1993-ൽ ഇസ്രയേലും പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും തമ്മിലുള്ള ഓസ്ലോ സമാധാന കരാറുകൾ ഒപ്പിട്ടത്. എന്നാൽ ആഘോഷത്തെക്കാൾ കൂടുതൽ ചർച്ചയായത് അതിന്റെ രാഷ്ട്രീയ സന്ദേശമാണ്. വൈറ്റ് ഹൌസിൽ ഭീമൻ ഒഗ്ലഗൻ അരങ്ങും ദ ക്ലോ എന്ന വമ്പൻ സ്റ്റീൽ ഘടനയും നിർമ്മിച്ചതിനെതിരെ നിയമ പോരാട്ടം വരെ നടന്നിരുന്നു. പൊതുസമ്പത്തും അധികാര കേന്ദ്രവും സ്വകാര്യ ബ്രാഞ്ചിങ്ങിനായി ഉപയോഗിക്കുന്നുവെന്ന ആരോപണവും ഉയർന്നു. ട്രംപും UFC തലവൻ ഡാന വൈറ്റും തമ്മിലുള്ള അടുത്ത ബന്ധവും ഈ വിവാദത്തിന് ആക്കം കൂട്ടി. വിമർശകർ പറയുന്നത് ദേശീയ ആഘോഷവും വ്യക്തിഗത രാഷ്ട്രീയ ഇമേജും ഒരേ വേദിയിൽ ലയിപ്പിക്കാനുള്ള ശ്രമമാണിത് എന്നാണ്. ചില സർവേകളിൽ ഈ പരിപാടിക്ക് ജനപിന്തുണ കുറവാണെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ട്രംപിന്റെ അനുയായികൾ ഇതിനെ അമേരിക്കൻ ദേശസ്നേഹത്തിന്റെയും പോരാട്ട വീര്യത്തിന്റെയും ആഘോഷമായാണ് കാണുന്നത്. ചരിത്രത്തിലെ മഹത്തായ നേതാക്കൾ പലരും സ്വന്തം ശക്തി പ്രസംഗങ്ങളിലൂടെ പ്രകടിപ്പിച്ചു. ചിലർ നയതന്ത്രത്തിലൂടെ, ചിലർ യുദ്ധഭൂമിയിലൂടെ. എന്നാൽ ഡൊണാൾഡ് ട്രംപ് തന്റെ 80ാം പിറന്നാൾ ആഘോഷിക്കാൻ തിരഞ്ഞെടുത്തത് ഒരു പോരാട്ട കളമാണ്. അത് വെറും കായിക വിനോദമാണോ, അതോ അധികാരവും ക്രൂര മനോഭാവവും ഒരേ വേദിയിൽ പ്രദർശിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ നാടകം? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് അമേരിക്കയും ലോകവും ചർച്ച ചെയ്യുന്നത്.